കിഡൂസ് ഗണിത ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് 10th തന്നെ വേറൊരു ചാപ്റ്റർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന ചാപ്റ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ പോളിനോമിയൽസ് എന്ന വീഡിയോയിൽ ലീനിയർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിനോമിയൽസ് എന്തെല്ലാമാണെന്ന് പറഞ്ഞു. ഓൺ ദ ബേസിസ് ഓഫ് ഡിഗ്രി പോളിനോമിയൽസ് ഇസ് ക്ലാസിഫൈഡ് ആസ് ലീനിയർ, ക്വാഡ്രാറ്റിക്, ക്യൂബിക്, ബൈക്വാഡ്രാറ്റിക് എക്സെട്ര അല്ലേ. അതിൽ ലീനിയർ ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയൽ, അപ്പോൾ ഡിഗ്രി 2 ആയിട്ടുള്ള പോളിനോമിയലിനാണ് നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ജനറൽ ഫോമും സ്റ്റാൻഡേർഡ് ഫോമും നമ്മൾ നോക്കിയതാണ്. ax² + bx + c where a, b and c are real numbers and a not equal to 0. That is a quadratic polynomial in variable x polynomial. ഇപ്പോൾ നോക്കി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ദ ചാപ്റ്റർ നെയിം ഈസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ പോളിനോമിയൽ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ഇക്വേഷൻ ആവുന്നത് എങ്ങനെ? അതിൽ ഒരു ഈക്വൽ ടു സൈനും കൂടെ വരുമ്പോൾ, അതായത് ഈക്വൽ ടു സം ഒരു ക്വാണ്ടിറ്റി ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ, ഈക്വൽ ടു സിംപ്ലി ആയിട്ട് പറയുകയാണെങ്കിൽ ഈക്വൽ ടു സൈൻ, അതിനൊരു എക്സ്പ്രഷന് ഈക്വൽ ടു സൈൻ വന്നു കഴിഞ്ഞാൽ അതിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ടാവും. ആ പോളിനോമിയൽ എന്തായി മാറുന്നു? ഇക്വേഷനായി മാറുന്നു. അപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനായി മാറണമെങ്കിൽ ജസ്റ്റ് അതിനെ ഇക്വേറ്റ് ടു 0, ആ പോളിനോമിയലിനെ ഇക്വേറ്റ് ടു 0. നമുക്കറിയാം ജനറൽ ഫോം ഓഫ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇസ് ax² + bx + c. അപ്പോൾ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷനായി മാറുമ്പോൾ ax² + bx + c = 0. അത് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇൻ ദ വേരിയബിൾ x. അതാണ് പറയുന്നത്, സോറി, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ വേരിയബിൾ x. അതാണ് ഡെഫിനേഷൻ. നമുക്ക് എന്താണെന്ന് നോക്കാം. A quadratic equation in the variable x is an equation of the form ax² + bx + c = 0, where a, b and c are real numbers and a not equal to 0. a യും b യും c യും the coefficients ആണ്, അത് real numbers. Real numbers means rational and irrational numbers, isn't it? So എന്തും ആവാം, കോഎഫിഷ്യൻസ് റാഷണലോ ഇറാഷണലോ ആവാം, നോ പ്രോബ്ലം. ഇനി a not equal to 0, ദാറ്റ് മീൻസ് a എന്ന് പറയുന്നത് x² കോഎഫിഷ്യൻ്റ് ആണ്. x² കോഎഫിഷ്യൻ്റ് 0 ആയി പോയാൽ പിന്നെ ഈ പോളിനോമിയൽ x² എന്നൊരു ടേമേ ഉണ്ടാവില്ല. x² എന്ന ടേം ഉണ്ടെങ്കിലല്ലേ നമ്മൾ ക്വാഡ്രാറ്റിക് ഡിഗ്രി 2 ഹയസ്റ്റ് പവർ ഓഫ് x, അതാണല്ലോ നമ്മൾ ഡിഗ്രി. അപ്പോൾ x² എന്ന് വേണമല്ലോ, ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്കതിനെ ക്വാഡ്രാറ്റിക് എന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ. ദാറ്റ് ഈസ് വൈ ഈ a not equal to 0. അപ്പോൾ ക്വസ്റ്റ്യൻ വരാം, ഡിഫൈൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ആൻ ഇക്വേഷൻ ഓഫ് ദി ഫോം ax² + bx + c = 0, where a, b and c are real numbers and a not equal to 0. സോ നമ്മൾ എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ളത് ഇപ്പോൾ ഡിഫൈൻ ചെയ്തു. ഇനി ഇതിന് ഇഷ്ടംപോലെ യൂസസ് ഉണ്ട്, റിയൽ ലൈഫിൽ തന്നെ ഇഷ്ടംപോലെ യൂസസ് ഉണ്ട്. വേറെ ഡിഫറെൻറ്റ് ഫീൽഡ്സിലായാലും ഇഷ്ടംപോലെ യൂസസ് ഉണ്ട്. മെയിനായിട്ട് നമ്മൾ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ കാൽക്കുലേറ്റിംഗ് ദ ഏരിയ. എവിടെയെല്ലാം നമുക്ക് ഏരിയ, ഓരോ പ്ലോട്ട് തിരിച്ച് ഓരോ പിന്നെ കൃഷി അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ അഗ്രികൾച്ചർ ഫീൽഡിൽ, അല്ലെങ്കിൽ പോട്ടെ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് അതിൻ്റെ സ്ക്വയർ ഏരിയ തിരിക്കുന്നത്, സ്ക്വയർ പ്ലോട്ട്, ഓരോ പ്ലോട്ടുകൾ തിരിച്ച് അവിടെ കൺസ്ട്രക്ട് ചെയ്യുന്ന, ഇനി ഫ്ലോറിങ് ചെയ്യുമ്പോൾ ടൈൽസിൻ്റെ, ഇങ്ങനെയൊക്കെ നമ്മൾ അവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്ന കാര്യമാണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. പിന്നെ പറയുകയാണെങ്കിൽ ട്രാവലിങ്ങിൻ്റെ കേസ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. പിന്നെ ഇൻ അത്ലറ്റിക് ഫീൽഡ് ഓൾസോ, അതായത് ഓരോ ജാവലിൻ ത്രോ, അങ്ങനത്തെ ഓരോ ഷോർട്ട് പുട്ട്, അങ്ങനെയുള്ള ത്രോ, ആ ത്രോ ചെയ്ത സംഭവം എത്ര ദൂരത്ത് പോയി, എത്ര ഹൈറ്റിൽ പോയി, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ വി വിൽ യൂസ് ദിസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇറ്റ്സെൽഫ്. ഇനി നമുക്ക് നമ്മൾ മാത്സിലേക്ക് കിടക്കാം. നമുക്ക് നമ്മളെ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം തന്നാൽ ഹൗ ടു റെപ്രസെൻറ്റ് ഇറ്റ് ഇൻ ക്വാഡ്രാറ്റിക് ഫോം, ഒരു ഇക്വേഷൻ എങ്ങനെ ആക്കാം എന്നുള്ളത് ഒരു എക്സാമ്പിളിലൂടെ പറയാം. The area of a rectangular plot is 528 meters square. The length of the plot is 1 more than twice its breadth. Find length and breadth. നമുക്ക് ഏരിയ, ഒരു പ്ലോട്ട് റെക്റ്റാങ്കുലർ ഷേപ്ഡ് പ്ലോട്ടാണ്. സോ അതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് 528 meters square. ഇനി ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും റിലേഷനാണ് തന്നിട്ടുള്ളത്. സോ വി വാണ്ട് ടു
represent this it in quadratic form. ഒരു quadratic equation ഫോമിൽ നമുക്ക് represent ചെയ്യണം. എങ്ങനെയെന്ന് നോക്കാം. നമുക്കറിയാം what is the relation given? Length of the plot is 1 more than twice its breadth. ലെങ്ത് എന്ന് ആ പ്ലോട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിൻ്റെ ഇരട്ടി, അതിനേക്കാളും ഒന്ന് കൂടുതലാണ്, ഇരട്ടിയേക്കാളും ഒന്ന് കൂടുതലാണ്. ദാറ്റ് മീൻസ് വി ക്യാൻ ടേക്ക് ദാറ്റ് ബ്രെഡ്ത്ത് ആസ് എക്സ്. ബ്രെഡ്ത്തിന് അൺനോൺ ക്വാണ്ടിറ്റീസ് ബ്രെഡ്ത്തും ലെങ്ത്തും ആണ്. സോ ഞാൻ ബ്രെഡ്ത്തിന് എക്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ലെങ്ത് എന്ത് കിട്ടും? ബ്രെഡ്ത്തിൻ്റെ ട്വൈസിനേക്കാളും 1 മോർ. ദാറ്റ് മീൻസ് എക്സ് ട്വൈസ് മീൻസ് 2x, 2 ടൈംസ്, അതാണ് ട്വൈസ്. ഇപ്പോൾ 2x അതിനേക്കാളും 1 മോർ പ്ലസ് 1. സോ ലെങ്ത് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 2x അല്ലെങ്കിൽ 2x പ്ലസ് 1. അപ്പോൾ ചില കീവേഡ്സ് ഉണ്ട് ക്വസ്റ്റ്യനിൽ. അതായത് ക്വസ്റ്റ്യനിൽ മോർ, എക്സീഡ്സ് അല്ലെങ്കിൽ സം ഓഫ് എന്നെല്ലാം വരുമ്പോൾ പ്ലസ്, ട്വൈസ്, ത്രൈസ് അല്ലെങ്കിൽ 2 ടൈംസ്, 3 ടൈംസ്, 4 ടൈംസ് എന്നെല്ലാം വരുമ്പോൾ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ 2 ടൈംസ് 2 ഇൻറ്റു ട്വൈസ്, 2 into, thrice 3 into, or 3 times 3 into, 4 times 4 into. ഇനി ഹാഫ് ഓഫ് എന്നെല്ലാം പറയുമ്പോൾ 1/2, ഹാഫ് ഓഫ്, പകുതി, അവിടെ ഡിവിഷൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ ചില കീവേഡ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇക്വേഷനിലേക്ക് പോവാം. ഇവിടെ ഉള്ളതാണ് ലെങ്ത് ഓഫ് ദ പ്ലോട്ട് ഇസ് 1 മോർ, 1 പ്ലസ്. മോർ മീൻസ് മോറിന് പകരം എക്സീഡ്സ് എന്ന വാക്കും വരും. 1 മോർ, 1 പ്ലസ്. പിന്നെ സം അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ്, മൈനസ്. അങ്ങനെയുള്ള കീവേഡ്സിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഇത് ലെങ്ത് ഓഫ് ദ പ്ലോട്ട് ഇസ് 1 മോർ ദാൻ ട്വൈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത്. സോ ലെങ്ത് ഇസ് ഈക്വൽ ടു 2x plus 1 or 1 plus 2x. Next, what is given? Area. Area of a rectangle നമുക്കറിയാം. What's the formula? Length into breadth. അപ്പോൾ LB is given as 528. What is our L and B? L is 2x plus 1 and B is x. So x into 2x plus 1 is equal to 528. A bracket open ചെയ്യുമ്പോൾ x into 2x, that is 2x square, plus x into 1, that is x, equal to 528, implies 2x square plus x minus 528 equal to 0. നമുക്ക് quadratic equation കിട്ടി. ax square plus bx plus c equal to 0 എന്ന ഫോമിലെ quadratic equation കിട്ടി. ഇതാണ് ഒരു പ്രോബ്ലം തന്നാൽ എങ്ങനെ അതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതിനാണ് ഞാൻ ആദ്യമേ കുറച്ച് കീവേഡ്സ് ഒക്കെ പറഞ്ഞാൽ ആ പ്രോബ്ലത്തിൻ്റെ അകത്ത് മോർ എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് ആക്കുമ്പോൾ പ്ലസ്, അല്ലെങ്കിൽ എക്സീഡ് ആണെങ്കിലും പ്ലസ്, ഡിഫറൻസ് ആകുമ്പോൾ മൈനസ്, ടൈംസ് അല്ലെങ്കിൽ ത്രൈസ് എന്നൊക്കെ വരുമ്പോൾ ഇൻറ്റു, ത്രൈസ് എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു, പിന്നെ ഹാഫ് ഓഫ് പകുതി, 3/4 ഓഫ് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ 3/4 ഇൻറ്റു, അങ്ങനെയുള്ള കീവേഡ്സ് പറഞ്ഞു. അങ്ങനെ വേർഡ് പ്രോബ്ലം നിന്ന് നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് ഫോം ചെയ്യാം. ഇനി നമുക്ക് എന്താ, നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും വേണം. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നാൽ ഹൗ ടു സോൾവ് ദിസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം. ദർ ആർ 3 മെത്തേഡ്സ് ഫോർ ഇറ്റ്. ഫസ്റ്റ് മെത്തേഡ് ഇസ് ഫാക്ടറൈസേഷൻ, പിന്നെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. അതിൽ നിന്ന് തന്നെ നമുക്ക് വാട്ട് വി വിൽ ഗെറ്റ് ക്വാഡ്രാറ്റിക് ഫോർമുല. അങ്ങനെ ഈ 3 മെത്തേഡിൽ യൂസ് ചെയ്ത് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് ഫാക്ടറൈസേഷൻ. സോ ഫസ്റ്റ് മെത്തേഡ് ഫാക്ടറൈസേഷൻ എന്താണെന്ന് നോക്കാം. അത് നമുക്ക് എക്സാമ്പിളിലൂടെ നോക്കാം. ഫാക്ടറൈസേഷൻ മീൻസ് യു ക്യാൻ യൂസ് ബൈ ഐഡന്റിറ്റി ഫോർമുല ആവാം, അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. ഐഡന്റിറ്റീസ്, ഓൾജിബ്രൈക് ഐഡന്റിറ്റീസ് യൂസ് ചെയ്ത് ഫാക്ടറൈസേഷൻ നടത്താം, അല്ലെങ്കിൽ by splitting the middle term. So ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 2x square minus 5x plus 3 equal to 0. This is the given quadratic equation. Quadratic ആയതുകൊണ്ട് since its root is 2, നമ്മൾ ഓൾറെഡി പോളിനോമിയൽസിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് വാല്യൂസ് അല്ലെങ്കിൽ സീറോസ് അല്ലെങ്കിൽ സൊല്യൂഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിഗ്രീസ്. അപ്പോൾ ഇതിന് എത്ര സീറോസ് ഉണ്ടാകാം, എത്ര സൊല്യൂഷൻസ് ഉണ്ടാകും. ഇറ്റ്സ് ഡിഗ്രീസ് 2, സോ 2 zeros ഉണ്ടാകാം. അതിൻ്റെ നേച്ചർ അത് ഈക്വൽ ആകാം, അല്ലേ? നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. ഈക്വൽ ആകാം, ഡിഫറെൻറ്റും ആകാം എന്നുള്ള കാര്യം. എന്തായാലും 2 zeros വിൽ ബി ഡെഡ്. അപ്പോൾ നമുക്ക് 2 zeros എങ്ങനെ കണ്ടുപിടിക്കാം? ബൈ ഫാക്ടറൈസേഷൻ. ഇതിവിടെ ഐഡന്റിറ്റീസ് ഒന്നും പോസിബിൾ അല്ല. സോ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. അപ്പോൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം നിങ്ങൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. സ്പ്ലിറ്റ് എങ്ങനെ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നാൽ ടേക്ക് സം ആൻഡ് പ്രോഡക്റ്റ്. മിഡിൽ ടേം
സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി സം മീൻസ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആണ് സം എന്ന് പറയുന്നത്. Sum means the coefficient of x, that is sum is -5. And product means product of coefficient of x square and constant term. Sum എന്ന് പറയുന്നത് എപ്പോഴും മിഡിൽ ടേം, അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ -5. സോ വിത്ത് സൈൻ യു ഹാവ് ടു കൺസിഡർ ടേം വിത്ത് സൈൻ. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റിന്റെയും കോൺസ്റ്റന്റ് ടേമിന്റെയും പ്രോഡക്റ്റ്. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് is 2 and constant term is 3, so its product is 6. ഇനി നമുക്ക് എങ്ങനെ എന്ത് ചെയ്യണം? ഈ 6ന്റെ ഫാക്ടേഴ്സ് വി വാണ്ട് ടു കൺസിഡർ. 6ന്റെ ഫാക്ടേഴ്സ്, അതായത് 6ന്റെ ഫാക്ടേഴ്സ് +1 and -1 both are factors of 6. +or -1, +or -2, +or -3, +or -6 are the factors of 6. ഇനി which two factors satisfy these two condition? 6ന്റെ ഏത് രണ്ട് ഫാക്ടറുകളാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? അതായത് സമ്മ് -5ഉം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 6ഉം കിട്ടണം. അപ്പോൾ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമുക്കറിയാം. 1 into 6 is 6, but 1 plus 6 is not equal to -5. അതുപോലെ 2 into 3 is 6. 2 plus 3 equal to 5 ആണ്. നമുക്കിവിടെ വേണ്ടത് -5 ആണ്. അപ്പോൾ -5 കിട്ടണമെങ്കിൽ രണ്ടും നെഗറ്റീവ് ക്വാണ്ടിറ്റീസ് ആയാൽ മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് രണ്ട് ഫാക്ടേഴ്സും നെഗറ്റീവ് ആയിരിക്കണം. ദാറ്റ് മീൻസ് -2ഉം -3 രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് +6, and -2 and -3 after adding we will get it as -5. അപ്പോൾ the factors of 6 which satisfy this condition is -2 and -3. അപ്പോൾ ഫാക്ടേഴ്സ് കിട്ടി. നമ്മൾ അതുപയോഗിച്ച് ആ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. 2x² -2x -3x +3. 5-5xനെ -2x -3x എന്ന് സ്പ്ലിറ്റ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് വി വാണ്ട് ടു ഗ്രൂപ്പ് ചെയ്യുന്നു. ഫസ്റ്റ് 2 ടേംസ് ഒരു ഗ്രൂപ്പ്, പിന്നെയുള്ള 2 ടേംസ് സെക്കൻഡ് ഗ്രൂപ്പ്. ഈ ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് എന്ത് നമുക്ക് കോമൺ എടുക്കാം? ഹിയർ ഇറ്റ് ഈസ് 2x² -2x. 2x ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്. 2x പുറത്തെടുത്താൽ ബ്രാക്കറ്റിനുള്ളിൽ പിന്നെ വരുന്നത് x -1. 2x² നിന്ന് 2x പോയി കഴിഞ്ഞാൽ ബാക്കി x. 2xൽ നിന്ന് 2x പുറത്തെടുത്താൽ ബാക്കി വരുന്നത് 1. Then whatever be the sign here, ഇവിടെ എന്താണോ സൈൻ അത് തന്നെ കൊടുക്കുക. Then from the second bracket നമുക്ക് എന്ത് കോമൺ എടുക്കാം? ഇവിടെ 3x + 3 ആണ്. നമുക്ക് 3 can be taken outside. 3 എടുക്കുമ്പോൾ ആ എടുത്തു കഴിഞ്ഞ് ബ്രാക്കറ്റിനുള്ളിൽ വരുന്നത് എപ്പോഴും ഫസ്റ്റ് ഇവിടെ കിട്ടിയത് എന്താണോ ദാറ്റ് ഇറ്റ് സെൽഫ് വിൽ ബി ഹിയർ ഓൾസോ. അതാണ് ഓർക്കേണ്ട ഒരു പോയിന്റ്. അപ്പോൾ 3 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ x -1 തിരിച്ചു നോക്കി -3 into -3x -3 into -1 + 3 കിട്ടുന്നുണ്ട്. സോ അപ്പോൾ എപ്പോഴും അതൊരു ക്ലൂ ആണ്. എന്താണോ ഫസ്റ്റ് ബ്രാക്കറ്റിലുള്ളത് അത് തന്നെയായിരിക്കും സെക്കൻഡ് ബ്രാക്കറ്റിലും വരേണ്ടത്. ഇനി ഇവിടെ എന്താണോ സൈൻ അത് തന്നെയായിരിക്കണം ഇവിടെയും കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? x -1 is കോമൺ. അപ്പോൾ അത് x -1 കോമൺ ആയി എടുത്താൽ ബാക്കി റിമൈനിങ് 2x -3. അപ്പോൾ 2x -3 and x -1 are the factors of the given quadratic equation. We want zeros. ആ ഫാക്ടേഴ്സിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2x -3 = 0 implies x is equal to 3/2 and x -1 is equal to 0 implies x is equal to 1. This is the way to find or solve quadratic equation by factorization, and the method used here is splitting the middle term. ഇത് നിങ്ങൾ ലോവർ ക്ലാസ്സിൽ ഇഷ്ടംപോലെ പഠിച്ചാണ്. 8th onwards, I think 8th onwards splitting the middle term പഠിക്കുന്നുണ്ട്, factorization. So ഇതിവിടെ തന്നെ നമ്മൾ മറ്റേ പോളിനോമിയൽസിൽ എന്ന അവിടെയും നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം, സീറോസ് റിലേഷൻ ബിറ്റ്വീൻ സീറോസ് എന്ന റിലേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വാഡ്രാറ്റിക്കിൻ്റെ അവിടെയും ആ വീഡിയോയിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ മാക്സിമം പ്രോബ്ലംസ് ചെയ്താൽ മാത്രമേ ഇത് തറോ ആവുള്ളൂ, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. സോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈസി ആവുകയുള്ളൂ. സോ നെക്സ്റ്റ് മെത്തേഡ് നോക്കാം, ദാറ്റ് ഈസ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. അതായത് എക്സാമ്പിളിലൂടെ നോക്കാം. കൺസിഡർ ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² + 4x - 5 = 0. x² + 4x - 5 = 0. That is the given quadratic equation. ഇത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡിലേക്ക് എങ്ങനെ നമുക്ക് യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നോക്കാം. അതിനാദ്യം ചെക്ക് ചെയ്യേണ്ടത്
ഈ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എപ്പോഴും 1 ആയിരിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്. സോ ജസ്റ്റ് റൈറ്റ് ദാറ്റ് എക്സ് ഹിയർ, വാട്ട് എവർ ബി ദ വേരിയബിൾ യൂസ്. ഇവിടെ എക്സ് ആണ്, സോ വൈ ആണെങ്കിൽ വൈ എടുക്കാം. അപ്പോൾ ആദ്യം എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്. സോ ഞാൻ ആ എക്സ് എഴുതി. ദെൻ ഇവിടെ എന്താണോ സൈൻ പ്ലസ്, ആ പ്ലസ് തന്നെ അവിടെയും കൊടുക്കാം. ദെൻ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എടുക്കാം. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? ഹിയർ ദ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഇസ് 4. ആ 4ന്റെ പകുതി എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ പകുതി. അപ്പോൾ ദാറ്റ് ഇസ് 4ന്റെ പകുതി 2 ദ ഹോൾ സ്ക്വയർ. ആദ്യം എന്ത് ചെയ്തു? എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണോ നോക്കി. 1 ആണെങ്കിൽ ജസ്റ്റ് റൈറ്റ് ദാറ്റ് വേരിയബിൾ. എക്സ് സ്ക്വയർ വേണ്ട, വെറും എക്സ്. ദെൻ എന്താണോ ഇവിടുത്തെ സൈന് അത് തന്നെ കൊടുക്കുക. ദെൻ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ പകുതി, ഹിയർ ഇറ്റ് ഈസ് 4, അതിൻ്റെ പകുതി 2. സോ അത് ഹോൾ സ്ക്വയർ. ആ എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ. ഇനി ബാക്കിയുള്ള കോൺസ്റ്റന്റ് ടേം ഇവിടെ എന്താണോ അത് അതുപോലെ എഴുതുക വിത്ത് സൈൻ. ഹിയർ ഇറ്റ് ഇസ് -5, സോ -5 അതുപോലെ എഴുതി. ഇനി ഞാനിവിടെ എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ, ഈ 2 ഇവിടെ എഴുതിയ നമ്പറിൻ്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ 3 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ -9. എപ്പോഴും സബ്ട്രാക്ട് മൈനസ് ചെയ്യാം. ഇവിടെ എഴുതിയ നമ്പറിൻ്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ, -5 - 4 is -9. So x plus 2 the whole square minus 9 is equal to 0. Then x plus 2 the whole square is equal to 9. Then x plus 2 is equal to square root of 9. That is square root of 9 is plus or minus 3. അത് മറന്നു പോയത്. ഓൾവേസ് കാര്യം +3 into +3 9 ആണ്, -3 into -3 9 ആണ്. സോ സ്ക്വയർ റൂട്ട് ഓഫ് 9 is 9ന്റെ മാത്രമല്ല ഏതിൻ്റെയും സ്ക്വയർ റൂട്ട് ഓഫ് 16 ആയിരുന്നെങ്കിൽ ഇറ്റ് ഇസ് plus or minus 4. അപ്പോൾ x plus 2 is equal to plus or minus 3. For x plus 2 plus 3 ആവുമ്പോൾ what is the value of x? Here x is equal to 1. ഇനി x plus 2 minus 3 ആവുമ്പോൾ what is the value of x? Here x is equal to -5. Quadratic equation 2 roots അല്ലെങ്കിൽ 2 solutions. Here the solutions are 1 and -5. This is the way to find the solution using completing the square. ഇവിടെ നമ്മളൊരു സ്ക്വയർ ആക്കി മാറ്റാണ്. Completing the square. രണ്ട് പെർഫെക്റ്റ് സ്ക്വയർസ് ആക്കി കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സ്ക്വയർ. അതാണ് ദാറ്റ് ഇസ് വൈ വാട്ട് വി കോൾ ദിസ് മെത്തേഡ് ആസ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. ഓർക്കണം, ഫസ്റ്റ് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണോ നോക്കണം. 1 അല്ലെങ്കിൽ വി വാണ്ട് ടു മേക്ക് ഇറ്റ് 1 ബൈ ഡിവൈഡിങ് ഇറ്റ്. അത് ഒരു എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. എന്നിട്ട് എന്താണ് ആ വേരിയബിൾ അതുപോലെ എഴുതുക. വാട്ട് എവർ ബി ദ സൈൻ ഹിയർ അതവിടെ കൊടുക്കുക. എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതി ഹോൾ സ്ക്വയർ, കോൺസ്റ്റന്റ് ടേം വിത്ത് സൈൻ അതുപോലെ എടുത്ത് എഴുതുക. ഇവിടെ കൊടുത്ത നമ്പറിന്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യുക. ദിസ് ഇസ് ദ വേ. സോ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 അല്ലാത്ത ഒരു കേസ് നോക്കാം. ഹിയർ ദ ഗിവൺ ഇക്വേഷൻ ഇസ് 3x² - 5x + 2 = 0. ഞാൻ ആദ്യം പറഞ്ഞു എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആവണം. ഹിയർ എക്സ് സ്ക്വയർ കോഎഫിഷ്യന്റ് ഇസ് നോട്ട് ഈക്വൽ ടു 1. സോ യു ഹാവ് ടു മേക്ക് ഇറ്റ് 1 ബൈ ഡിവൈഡിങ് ദ ഹോൾ ഇക്വേഷൻ ബൈ that number. ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ what we are getting? x² - 5/3x + 2/3 = 0. Now x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ ഇനി നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് ദാറ്റ് വേരിയബിൾ x. ഇനി ഇവിടുത്തെ സൈന് മൈനസ്, സോ ജസ്റ്റ് ഗിവ് ദാറ്റ് നെഗറ്റീവ് സൈൻ. ദെൻ ഈ എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതി, എക്സിന്റെ കോഎഫിഷ്യന്റ് ഹിയർ ഈസ് 5/3. അപ്പോൾ 5/3യുടെ പകുതി, 5/3യുടെ പകുതി മീൻസ് 5/3 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 5/3 ഇൻറ്റു 1/2, 5/6 ഹോൾ സ്ക്വയർ പ്ലസ് ആ കോൺസ്റ്റന്റ് ടേം അതേപോലെ ഹിയർ ഇറ്റ് ഈസ് പ്ലസ് 2/3 പ്ലസ് 2/3. ദെൻ എന്ത് പറഞ്ഞു? ഇവിടെ എഴുതിയ നമ്പറിൻ്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യാം. സോ 5/6ന്റെ സ്ക്വയർ 25/36, അത് സബ്ട്രാക്ട് ചെയ്യാം ഈക്വൽ ടു 0. Then x minus 5/6 the whole square. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് ഡയറക്റ്റ്ലി ആഡ് ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു ടേക്ക് LCM. LCM of 3 and 36 is 36. So 3 into 12 ചെയ്യണം. So അപ്പോൾ എന്തായി? 2 into 12, that is 24 minus 25/36. That is equal to -1/36. അതപ്പം ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ 1/36. അപ്പോൾ x minus 5/6 the whole square is equal to 1/36. That is x minus 5/6 is equal to plus or minus 1/6.
plus 1 by 6 ആകുമ്പോൾ the value of x is 1 and minus 1 by 6 ആകുമ്പോൾ the value of x is 2 by 3. ഇങ്ങനെയാണ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ 1 അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി സപ്പോസ് നമുക്കിപ്പോൾ എക്സ് മൈനസ് 5 by 6 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈക്വൽ ടു നെഗറ്റീവ് 1 by 6 ആണെന്നാണ് കിട്ടിയെങ്കിൽ ഇതിന് റൂട്ട്സ് റിയൽ റൂട്ട്സ് ഇല്ല എന്ന് വരും. സ്ക്വയർ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് കണ്ടുപിടിക്കാൻ വരുമോ? അതാണ് പറയുന്നത്. എക്സ് മൈനസ് 5 by 6 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് 1 by 36 എന്നായിരുന്നെങ്കിൽ ദിസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഡസ് നോട്ട് കണ്ടെയ്ൻ എനി റിയൽ റൂട്ട്സ്. അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ എഴുതണം. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് ഇനി വരുന്നുണ്ട്. അടുത്ത മെത്തേഡിലൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. സോ നെക്സ്റ്റ് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാം ബൈ യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുല. ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ദാറ്റ് ക്വാഡ്രാറ്റിക് ഫോർമുല ഇസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി plus or minus root b square minus 4ac by 2a whole divided by 2a. This is the quadratic formula. X is equal to minus b plus or minus root b square minus 4ac divided by 2a. ഈ ഫോർമുല ഉപയോഗിച്ച് ഡയറക്റ്റ് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. ദിസ് ഈ റൂട്ട് ഓഫ് b square minus 4ac or this b square minus 4ac എന്ന ടേമിനെ നമ്മൾ ഡിസ്ക്രിമിനൻറ്റ് എന്ന് പറയും. ഈ b square minus 4ac is called ഡിസ്ക്രിമിനൻറ്റ്. ആ b square minus 4ac-നെയാണ് നമ്മൾ ഡിസ്ക്രിമിനൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് നേച്ചർ ഓഫ് ദി റൂട്ട്സിൻ്റെ നേച്ചർ ഡിപ്പെൻഡ് അപ്പോൺ ദിസ് ഡിസ്ക്രിമിനൻറ്റ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്ച്വലി 2 റൂട്ട്സ് കിട്ടും. ആ 2 റൂട്ട്സ് 2 ഡിഫറെൻറ്റ് റൂട്ട്സ് ആകാം അല്ലെങ്കിൽ സെയിം റൂട്ട്സ് തന്നെ ആകാം. ചില കേസുകളിൽ റൂട്ട്സ് ഉണ്ടാവില്ല. അപ്പോൾ ആ നേച്ചർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ നേച്ചർ പറയുന്നതാണ് ഈ ഡിസ്ക്രിമിനൻറ്റ്. ദാറ്റ് ഇസ് ദിസ് ടേം ബി സ്ക്വയർ മൈനസ് 4ac. ഇറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ആസ് ക്യാപിറ്റൽ D. ഡിസ്ക്രിമിനൻറ്റ്. ദ നേച്ചർ ഓഫ് ദ റൂട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദിസ് ഡിസ്ക്രിമിനൻറ്റ്. 3 നേച്ചറാണ്. അതായത് ബി സ്ക്വയർ മൈനസ് 4ac ദാറ്റ് ഈസ് അവർ ഡിസ്ക്രിമിനൻറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ വി കോൾ 2 ഡിഫറെൻറ്റ് റൂട്ട്സ്. റൂട്ട്സ് വിൽ ബി 2 ഡിസ്റ്റിങ്ക്റ്റ് ഓർ 2 ഡിഫറെൻറ്റ്. ബി സ്ക്വയർ മൈനസ് 4ac-യുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 2 ഡിഫറെൻറ്റ് റൂട്ട്സ്. ഇനി ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആണെങ്കിൽ സെയിം റൂട്ട്സ്, ഈക്വൽ റൂട്ട്സ്. ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആണെങ്കിൽ നോ റിയൽ റൂട്ട്സ്. റിയൽ നമ്പർ സിസ്റ്റത്തിൽ അതിന് റൂട്ട്സ് ഇല്ല. അല്ലാതെ റൂട്ട്സ് ഇല്ല എന്നല്ല, നമ്മുടെ റിയൽ നമ്പർ സിസ്റ്റത്തിൽ റൂട്ട് ഇല്ല. വൈ? ബിക്കോസ് ബി സ്ക്വയർ മൈനസ് 4ac നെഗറ്റീവ് ആയാൽ നമ്മൾ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ആണ് കാണുന്നത്. നമ്മൾ ഒരിക്കലും റൂട്ടിനുള്ളിൽ നെഗറ്റീവ് നമ്പേഴ്സ് വരാറില്ല, റെപ്രസെൻറ്റ് ചെയ്യാറില്ല, നെഗറ്റീവ് നമ്പേഴ്സ് വരില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു നമ്പർ സിസ്റ്റമായി മാറും. ദാറ്റ് ഈസ് വൈ നമ്മൾ പറയുന്നത് ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആയാൽ നോ റിയൽ റൂട്ട്സ്. അല്ലാണ്ട് നോ റൂട്ട്സ് അല്ല, നോ റിയൽ റൂട്ട്സ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതാണ് റൂട്ട്സിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. റൂട്ട്സിൻ്റെ നേച്ചർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദിസ് ഡിസ്ക്രിമിനൻറ്റ്. ഇനി നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാമെന്ന് ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. x square plus 4x plus 5 equal to 0. ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക ബൈ യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുല. അപ്പോൾ ഫോർമുല ഫസ്റ്റ് സ്പെസിഫൈ ചെയ്യുക. വാട്ട് ഈസ് ദ ഫോർമുല? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പേ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ബി സ്ക്വയർ മൈനസ് 4ac. അത് ലെസ് ദാൻ 0 ആണെങ്കിൽ പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ first find out b square minus 4ac. b square, b means the coefficient of x. 4 square, here it is 4 square minus 4 into a into c. A means the coefficient of x square and c is the constant term. So 4 into 1 into 5. 4 square is 16 minus 20, it is equal to minus 4, which is less than 0. അപ്പോൾ ഇവിടെ b square minus 4ac അതായത് ഡിസ്ക്രിമിനൻറ്റ് ലെസ് ദാൻ 0 ആണ്. സോ ദിസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഡസ് നോട്ട് ഹാവ് എനി റിയൽ റൂട്ട്സ്. നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു നോ റിയൽ റൂട്ട്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the quadratic equation 3x square minus 5x plus 2 equal to 0.
So first find b square minus 4ac. Here the value of b is minus 5. So minus 5 square minus 4 into a and c is 3 and 2. 4 into 3 into 2, that is equal to 25 minus 24, 1, which is greater than 0. Greater than 0 means two different roots. So x is equal to minus b plus or minus root b square minus 4az by 2a. Substituting the values, x is equal to minus, formula minus. Then our b is negative 5. So negative 5 plus or minus root 1 by 2 into 3. 2a, 2 into 3. So minus of it will become plus 5. So 5 plus 1 by 6 and 5 minus 1 by 6 plus or minus. So 5 plus 1 by 6 and 5 minus 1 by 6. 5 plus 1 by 6 is equal to 6 by 6 and this is 4 by 6. 6 by 6 is 1 and 4 by 6 is equal to 2 by 3. So the value of x is 1 and 2 by 3. Two different roots. 1, 2, 2 by 3. Then a formula ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. One more. Consider the question. 2x square minus 2 root 2x plus 1 equal to 0. ഇതിനെ നമുക്ക് സോൾവ് ചെയ്യണം. So first find b square minus 4ac. b square minus 4ac. Here b is minus 2 root 2. So minus 2 root 2 square minus 4 into a into c. a and c are 2 and 1. So 4 into 2 into 1. Now minus 2 root 2 square. That is 2 in the square, pinna root 2 in the square. 2 in the square is 4 and root 2 square is 2. So 4 into 2, 8. Minus in the square positive. So 8 minus 8 which is equal to 0. Here b square minus 4ac is 0. അപ്പോൾ നമ്മുടെ ഫോർമുലയിൽ ഒരു ചേഞ്ച് വരും. b square minus 4ac 0 ആകുമ്പോൾ root of 0 is 0. അപ്പോൾ നമുക്ക് എന്താ വരിക? x is equal to minus b by 2a. മറ്റേ ടേം 0 അല്ലേ? സോ 0 നോട് കൂടി എന്താ ടേം ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും that term itself. So minus b by 2a. The formula changes to x is equal to minus b by 2a. b square minus 4ac 0 ആകുമ്പോൾ equal roots ആണ്. That roots are minus b by 2a. We substitute the value. Minus of നമ്മുടെ b minus 2 root 2 by 2a. 2 into 2. That is equal to 2 root 2 by 4 which is equal to root 2 by 2 which is equal to 1 by root 2 which is equal to 1 by root 2. Since quadratic equation contains two roots, അപ്പോൾ നമ്മൾ എന്തായാലും രണ്ട് റൂട്ട്സ് സ്പെസിഫൈ ചെയ്യണം. ഇവിടെ ഈക്വൽ ടു 0 ആകുമ്പോൾ റൂട്ട്സ് ആർ ഈക്വൽ. സോ 2 times you have to write that root. 1 by ഏതാണോ റൂട്ട് കിട്ടിയത് അത് രണ്ട് പ്രാവശ്യം എഴുതുക. 1 by root 2, 1 by root 2. This is the way. ഇപ്പോൾ 3 നേച്ചറിൻ്റെയും പ്രോബ്ലംസ് ഓരോന്നും ചെയ്തു. ഇനി നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉള്ളതാണ്. ഡയറക്റ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തരുന്നതിന് പകരം നമ്മൾ നോക്കി ഒരു വേർഡ് പ്രോബ്ലം തരും. അതിൽ നിന്ന് യു ഹാവ് ടു മേക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ആഫ്റ്റർ ദാറ്റ് യു വാണ്ട് ടു ഫൈൻഡ് ദ വാല്യൂ ബൈ യൂസിങ് എനി മെത്തേഡ്. ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഹയർ ക്ലാസ്സസിലും വേണ്ടതാണ്. നമുക്കിനി ഒരു വേർഡ് പ്രോബ്ലം നോക്കാം. ഇത് സ്ഥിരം ചോദിക്കാറുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. A motorboat whose speed is 18 km per hour in still water takes 1 hour more to go 24 km upstream than to return downstream to the same spot. Find the speed of stream. ഒരു മോട്ടോർ ബോട്ടിൻ്റെ കാര്യമാണ്. അതിൻ്റെ മോട്ടോർ ബോട്ടിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് 18 km per hour സ്റ്റിൽ വാട്ടറിലെ സ്പീഡ്. അത് ടേക്സ് 24 km അപ്സ്ട്രീം പോവാൻ ഡൗൺ സ്ട്രീം പോകുന്നതിനേക്കാളും 1 hour കൂടുതൽ എടുക്കും. ടേക്സ് 1 hour more to go 24 km upstream than to return downstream to the same spot. Find the speed of stream. സ്ട്രീമിൻ്റെ സ്പീഡാണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് അറിയാത്ത ക്വാണ്ടിറ്റി we will take it as x. Let the speed of stream be x km per hour. അപ്പോൾ സ്പീഡ് ഓഫ് ബോട്ട് അപ്സ്ട്രീം. അപ്സ്ട്രീം പോകുന്ന സ്പീഡ് ബോട്ടിൻ്റെ സ്പീഡും പിന്നെ സ്ട്രീമിൻ്റെ സ്പീഡും. അപ്സ്ട്രീം ബോട്ട് സ്ട്രീം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ സ്പീഡ് ഓഫ് ബോട്ട് അപ്സ്ട്രീം ഇസ് 18 minus x. സ്പീഡ് ഓഫ് ബോട്ട് ഡൗൺ സ്ട്രീം ബോത്ത് ഇൻ സെയിം ഡയറക്ഷൻ. സോ 18 plus x. അതാണ് ഓർക്കേണ്ട പോയിന്റ്. അപ്സ്ട്രീം പോകുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ബോട്ടിൻ്റെത് മൈനസ് ദാറ്റ് സ്ട്രീമിൻ്റെ സ്പീഡ്. ഡൗൺ സ്ട്രീം ബോത്ത് സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് ബോട്ടിൻ്റെ സ്പീഡ് പ്ലസ് സ്ട്രീമിൻ്റെ സ്പീഡ്. അതാണ് speed of boat upstream 18 minus x and speed of boat downstream 18 plus x.
ഇനി നമുക്ക് ടൈം ആണ് തന്നിട്ട് ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ടോട്ടൽ ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട് 24 കിലോമീറ്റർ. സോ ടൈം ടേക്കൺ ടു ഗോ അപ്സ്ട്രീം, അപ്സ്ട്രീമിലേക്ക് പോകാൻ എടുക്കുന്ന സമയം ഡിസ്റ്റൻസ് ഇസ് 24. സോ 24 ബൈ സ്പീഡ് അപ്സ്ട്രീം ഇസ് 18 minus x. So time taken to go upstream is 24 by 18 minus x. So time taken to go downstream, that is 24 by 18 plus x. Now by the condition, നമുക്ക് condition എന്താ തന്നിട്ടുണ്ട്? അപ്സ്ട്രീമിൽ പോവാൻ ഡൗൺ സ്ട്രീമിനേക്കാളും 1 hour കൂടുതൽ എടുക്കും എന്നാണ്. സെയിം സ്പോട്ടിൽ നിന്ന്, അതേ സ്പോട്ടിൽ നിന്ന് അപ്സ്ട്രീമിൽ പോയി ഡൗൺ സ്ട്രീമിൽ പോയി തിരിച്ചു വരാനുള്ള ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് ടു ഇസ് ഗിവൺ ആസ് 1. ഇതാണ് time taken to go upstream. This is time taken to go downstream. Its difference is equal to 1. That is given in the condition. അപ്പോൾ ഇത് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലാക്കണം. അത് ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 24 ഞാൻ കോമൺ ആയിട്ട് എടുത്തു. Then LCM 18 plus x minus 18 minus x by product is the LCM equal to 1. Here it is equal to 1. Now മേലെ 18, this minus 18 cancel out, plus x, e minus and plus x, so 2x. So 24 into 2x by, this is of the form a plus b into a minus b, that is a square minus b square. So 18 square is 324, 324 minus x square is equal to 1. So അത് simplify ചെയ്യുമ്പോൾ we will get 48x is equal to 324 minus x square, that is x square plus 48x minus 324 equal to 0. ഇതാണ് quadratic equation. ഇനി അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഞാനിവിടെ ക്വാഡ്രാറ്റിക് ഫോർമുലയാണ് അപ്ലൈ ചെയ്തത്. So for that first we want to find b square minus 4ac. b square minus 4ac equal to 3600. b is 48, 48 square minus 4 into a is 1 and c is minus 324. So 48 square minus 4 into 1 into minus 324, that is equal to 3600 greater than 0. So x is equal to minus b plus or minus root b square minus 4az by 2a. Substituting, we will get the value of x as 6 or minus 54. Since we took x as speed of stream, speed ഒരിക്കലും എന്താവില്ല, നെഗറ്റീവ് ആവില്ല. So the value of x is 6. This is the way to find speed of stream using quadratic formula. ഇഷ്ടംപോലെ ഇതുപോലത്തെ വേർഡ് പ്രോബ്ലംസ് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ചെയ്യുക. ബൈ പ്രാക്ടീസ് ഓൺലി ഇറ്റ് വിൽ ബിക്കം വെരി ഈസി. സോ ക്വാഡ്രാറ്റിക് ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്, ഫോർ ഹയർ ക്ലാസ്സിനും വേണ്ടതാണ്. സോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന ഈ ചാപ്റ്ററിന് ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് കിഡൂസ് ഗണിത ലോക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. So anyways, thank you.